കിണറുള്ളതിൽ ഉസ്താദ് അവറുകളെ ഇപ്പോൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള സ്വീകരണമാണ് ഇന്ന് നാം ഇവിടെ നൽകുന്നത്. ഇവിടുത്തെ ബിരുദാനന്തര ബിരുദ കോഴ്സായ ദൗറത്തു തുഹ്ഫയുടെ ഇഫാദ എന്ന സംഘമാണ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഗത പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. വളരെ തിരക്കുള്ള നമ്മുടെ അതിഥികൾ പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രധാന ചടങ്ങുകൾ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇഫാദയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഫലാഹി തുഹഫി അവറുകളാണ് നമ്മുടെ ഈ സംഗമം നിയന്ത്രിക്കുന്നത്. ബഹുമാനപ്പെട്ടവരെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സംഗമം നമുക്ക് ഉദ്ഘാടനം ചെയ്തു തരുന്നത് അഭിവന്യരായ ഉസ്താദ് ഷെയ്ഖുന ചേലക്കാട് കുഞ്ഞാലി ഉസ്താദ് അവറുകൾ. ബഹുമാനപ്പെട്ടവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ സംഗമത്തിൽ മുഖ്യാതിഥിയായി നാം ഇന്ന് സ്വീകരണം നൽകുന്ന ഉസ്താദ് അവറുകളുടെ പിതാവിൻ്റെ കൂടെ ഓതിപ്പഠിച്ച ആ പിതാവിൻ്റെ ഉറ്റ സുഹൃത്തായ പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റ് സെക്രട്ടറിയും നമുക്കൊക്കെ പ്രിയപ്പെട്ടവരുമായ പേരോട് കോറോത്ത് അഹമ്മദ് മുൻഷി അവറുകളാണ് നമ്മുടെ ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഹാര സമർപ്പണം നടത്തുന്നത്. ബഹുമാനപ്പെട്ടവരെയും ആദരവോടെ നമ്മുടെ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉസ്താദ് അവറുകൾക്ക് ഷാളണിയിച്ചുകൊണ്ട് ആദരിക്കുന്നത് നമ്മുടെയൊക്കെ അഭിവന്യരായ ഖാദിയാർ മേനക്കോത്ത് അഹമ്മദ് മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സംഗമത്തിൽ പ്രഭാഷണം നടത്തുന്ന ഉസ്താദ് അഹമ്മദ് ബാക്കവി അരൂർ, നമ്മുടെ ഫലാഹിയ മാനേജ്മെൻറ്റ് സെക്രട്ടറി കുഞ്ഞാലി മാസ്റ്റർ അവറുകൾ, അതുപോലെ അഭിവന്യരായ നമ്മുടെ ചാലപ്പുറത്തിൻ്റെ പ്രിയപ്പെട്ടവരായ തൂണേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന നമ്മുടെ മഹല്ല് പ്രസിഡന്റ് KPC തങ്ങൾ, അഭിമന്യരായ തങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പങ്കെടുക്കുന്ന, പ്രസംഗിക്കുന്ന, ആശംസ അർപ്പിക്കുന്ന മറ്റുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ യോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി അഭിവന്യരായ ഇഖ്വത്ത് നമ്മുടെ ഇഫാദയുടെ പ്രസിഡന്റ് അബ്ദുസ്സലാം ഫലാഹി തുഹഫി അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യനായ ഉസ്താദ് അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സയ്യിദ് അവറുകൾ, ഏറ്റവും പ്രിയപ്പെട്ട അഹമ്മദ് മുൻഷി, മറ്റ് അഹമ്മദ് ബാക്കവി, മുജീബ് വഹബി, കുഞ്ഞാലി മാസ്റ്റർ, ബഹുമാന്യരായ ഖാദിയാർ, മറ്റ് സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, ഈ പ്രത്യേക ചുറ്റുപാടിൽ
ചെറിയ ഒരു സദസ്സ് നമ്മുടെ തുഹ്ഫ ഓതിപ്പടിച്ച വിദ്യാർത്ഥി സംഘടന ഇഫാദ സംഘടിപ്പിച്ച ഈ ചെറിയൊരു സംഗമം ഇവിടെ നടക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം നേരത്തെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇസ്ഹാഖ് ഫലാഹി അദ്ദേഹത്തെ നമ്മുടെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായി കഴിഞ്ഞ മുശാവറ യോഗത്തിൽ തിരഞ്ഞെടുത്ത വിവരം നമുക്ക് അറിയും. അതിൻ്റെ ഒരു ആദരവ് ആണ് അദ്ദേഹത്തിന് നൽകുന്നത്. ഫലാഹിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ വരികയും ചെറിയ കിതാബ് മുതൽ ഓതി പഠിച്ചു വളർന്നു. ഇവിടെ തന്നെ മുദരിസായി ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഇസ്ഹാഖ് മൗലവി എന്ന് നമുക്കൊക്കെ അറിയാം. ചെറിയ പ്രായത്തിലെ വന്നു, നല്ലവണ്ണം ശ്രദ്ധയോടെ പഠിച്ചു വളർന്ന മുത്തലിമുള്ള ഒരാളാണ് ഇസ്ഹാഖ് മൗലവി എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇവിടെ നടത്തപ്പെടുന്ന തുഹ്ഫ എന്ന ബൃഹത്തായ കിതാബും അതിൻ്റെ ഏകദേശം ഭാഗങ്ങളും പല ഭാഗങ്ങളായി തന്നെ ഓതിപ്പടിച്ചു. അതിൻ്റെ ശേഷമാണ് ഈ മുശാവറയിൽ ഇസ്ഹാഖ് മൗലവിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രദ്ധയോടെ നല്ല ബുദ്ധിപൂർവമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇസ്ഹാഖ് മൗലവിയുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിതാവ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ വല്ലാത്തൊരു ബുദ്ധിമാനായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്ന വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും സ്നേഹിതനുമാണ് നമ്മുടെ സദസ്സിൽ ഇരിക്കുന്ന അഹമ്മദ് മുൻഷി. നമ്മുടെ മഹാനത ഓറക്കൊണ്ട് അവർ ഒന്നായി കിതാബ് പഠിച്ചവരാണ്. അദ്ദേഹം കെയും കായക്കൊടി നമ്മുടെ ഹനീഫ കായക്കൊടിയുടെ പിതാവ് അബൂബക്കർ മൗലവിയും വേറെയും ആരുമുണ്ട്, എൻ്റെ ഓർമ്മയിലില്ല. ഇവരൊക്കെ ഒന്നായി പഠിക്കുന്ന കാലത്താണ് ഓരോട് ഈ മുൻസിപ്പരീക്ഷയിലിരിക്കാൻ അത് പഠിക്കാനും പരീക്ഷ എഴുതാനും ഓരോട് സമ്മതം ചോദിച്ചു. നാദാപുരത്തെ മുൻസിയുണ്ട് മരിച്ചുപോയ. ഇവരൊക്കെയും ഓരോട് സമ്മതം ചോദിച്ചു. ഓരോ സമ്മതപ്രകാരമാണ് അവർ ആ പഠനത്തിന് പോയതെന്ന് അറിയാൻ നാദാപുരത്ത് വെച്ച് അറിയാൻ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിൽ ഏറ്റവും വളരെയധികം ബുദ്ധിയുള്ള ആൾ കെയു ആണെന്ന് പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. ചേലക്കാട് എൻ്റെ പ്രദേശത്ത് തന്നെ MLP സ്കൂളിൽ 35-40 കൊല്ലത്തോളം അധ്യാപനം നടത്തിയവരുമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ തന്നെ നല്ല സമർത്ഥരും ബുദ്ധിമാന്മാരുമായ ആളുകളുണ്ട് എന്ന് ആ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ആ കെയുവിൻ്റെ മകൻ ഇസ്ഹാഖ് മൗലവിയാണ് ഇവിടെ കേന്ദ്ര മുശാവറ ജമിയത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായി തിരഞ്ഞെടുത്തത്. അത് നമുക്കൊക്കെ അഭിനന്ദനമായ കാര്യമാണ്. എല്ലാവരും ഉൾക്കൊള്ളുന്ന വലിയ വലിയ ആളുകളൊക്കെ ഉള്ള മുശാവറയാണ് നമ്മുടെ മുശാവറ. 40ഓളം 40 കുറച്ച് പേർ ഇപ്പോൾ മരിച്ചതുകൊണ്ടും മറ്റൊക്കെ കുറവുണ്ടെങ്കിലും വലിയ വലിയ മഹത്തുക്കളായ പല ഭാഗത്തുമുള്ള വലിയ ഒരു ഉലമ സംഘമാണ് നമ്മുടെ ജമിയത്തുൽ ഉലമ. വളരെയധികം പ്രായമുള്ള ആളുകൾക്ക് നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോലും കഴിയാത്ത ഏറ്റവും വന്യരായ ആളുകളൊക്കെ നമ്മുടെ മുശാവറയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ഒരു മുശാവറയിലാണ് നമ്മുടെ ഇസ്ഹാഖ് തിരഞ്ഞെടുത്തത്. അതൊരു അംഗീകാരം തന്നെ എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് നൽകുന്ന ഒരു ആദരവ് യോഗമാണ് ഇത്. എല്ലാവരും പഠിച്ച് വളരാൻ ശ്രമിക്കുക. നന്നായി പഠിച്ചു കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ് എന്ന് തോന്നുന്നു നമ്മൾ ജമിയത്ത് നടത്തിയ സംസ്ഥാന ജമിയത്ത് നടത്തിയ ഒരു യോഗത്തിൽ പല ആധുനിക വിഷയങ്ങളെ സംബന്ധിച്ചും ഇസ്ഹാഖ് മൗലവി സുദീർഘമായി പ്രബന്ധം അവതരിപ്പിച്ചത് എല്ലാവരും കേട്ടിരിക്കും.
എല്ലാവരും അതിൽ അടങ്ങിയ വിഷയങ്ങൾ ഇത്ര ഗഹനമായി മനസ്സിലാക്കിയതിൽ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. പെട്ടെന്ന് പറയാൻ കഴിയാത്ത, വളരെയധികം ചിന്തിച്ച് പറയേണ്ട പലവിധ മസ്തലുകളും അന്നത്തെ പ്രബന്ധത്തിൽ ഇസാഖ് അവതരിപ്പിച്ചത് എല്ലാവരിലും അത്ഭുതമുളവാക്കിയിരുന്നു എന്നൊരു വസ്തുത കൂടി ഉണർത്തുകയാണ്. ഇപ്പം ശ്രദ്ധിച്ചു, ചെറുപ്പം മുതൽ വളരെ ആലോചിച്ചു, സംശയങ്ങളൊക്കെ തീർത്തു പഠിക്കുന്നെങ്കിൽ പലർക്കും കഴിയാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഈ ഇൽമി രംഗം എന്ന് എല്ലാ വിദ്യാർത്ഥികളോടും ഉണർത്തിക്കൊണ്ട് ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നൽകി പടച്ചറബ് നമ്മയൊക്കെ അവൻ തൃപ്തിപ്പെടുന്ന സജ്ജനങ്ങളിലും മുത്തഖീങ്ങളിലും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനത്തിനായി അറിയിച്ചു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സർവ്വാദരണീയരായ ഉസ്താദ് അവറുകളെ, മറ്റ് ഉസ്താദുമാർ, നേതാക്കൾ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും ബോധ്യമായതാണ്. നമ്മുടെ സുഹൃത്തും ഫലാഹിയയുടെയും സംഘടനയുടെയും ഒരു എല്ലാമായ എന്ന് തന്നെ പറയാവുന്ന രൂപത്തിൽ വളരെയേറെ അതിനു വേണ്ടി ജീവാർപ്പണം നടത്തുന്ന നമ്മുടെ ഇസ്ഹാഖ് മൗലവി തുർഫി അവർക്ക് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയിൽ നിന്ന് മുശാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് 40 മുശാവറയിലേക്ക് ഉലമാക്കളുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ ഭാഗമായി ഈ ജാമിയ ഫലാഹിയയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന തുഹ്ഫയുടെ ഒരു കോഴ്സ്, ദായറത്തു തുഹ്ഫ എന്ന കോഴ്സിൻ്റെ ഒരു സംഘടനയായ അതിൻ്റെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും മുമ്പ് പഠിച്ചവരുമായ ദീനിൻ്റെ ഇൽമിൻ്റെ വാഹകരായ ആളുകളെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു സംഘടന നമ്മുടെ ഈ ഇൽമിന് വേണ്ടി പലപ്പോഴും ഇൽമിയായ ചർച്ചകളും വൈജ്ഞാനികമായ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലെത്തിക്കുവാനും വേണ്ടിയെല്ലാം രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന. അതാണ് ഇഖ്വത്തുൽ ഫലാഹിയത്ത് ദൗരിയ എന്ന് പറയുന്ന അതിൻ്റെ ചുരുക്കപ്പേരായ ഹിഫാദ. ആ ഹിഫാദ ഇങ്ങനെ ഒരു സ്വീകരണം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. തുഹ്ഫയുടെ സ്പെഷ്യൽ കോഴ്സായി ഓർമ്മിച്ചതുപോലെ തുഹ്ഫയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സ്പെഷ്യൽ പഠനം നടത്തിയതിനു ശേഷം ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ബിരുദമാണ് തുഹ്ഫി ബിരുദം. ആ ബിരുദമുള്ളവരും ആ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് ഈ സംഘടനയിൽ അംഗങ്ങളായുള്ളത്. അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പലരും മുമ്പും ചില കാര്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ വേദിയിൽ വെച്ച് തന്നെ ഇവിടെ തന്നെ വെച്ച് മുമ്പ് ഒരു വിഷയത്തിൽ ബഹുമാന്യരായ കെയോ ഉസ്താദവറുകൾ ഉള്ള സമയത്ത് തന്നെ വളരെ ഗഹനമായ വിഷയങ്ങൾ, പണ്ഡിതോചിതമായ ചർച്ചകൾ നടത്തിക്കൊണ്ട്
പരസ്യമായി അതിൻ്റെ വിയോജിപ്പുള്ളവരെ സംവാദത്തിന് വേണ്ടി ക്ഷണിച്ചു നേരിട്ട് എന്ത് ചോദ്യങ്ങളും ചോദിക്കാൻ വേണ്ടി പരസ്യമായ വേദിയിൽ വെച്ച് വിഷയങ്ങൾ ഇവിടെ ചർച്ച നടത്തിയത് പൂജ്യരായ കൈവസാദവർ അന്ന് ഇവിടെ വെച്ച് ക്ലാസ് നടത്തുകയും ഇഷ്ടമുള്ളവരോടെല്ലാം ചോദിക്കാൻ വേണ്ടി അവസരം നൽകുകയും ചൂടുപിടിച്ച വിവാദത്തിനിടയിലും ആർക്കും വന്ന് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യസമയത്തും ഇവിടെ നിന്ന് ക്ലാസ് നടത്തി ചോദ്യത്തിന് അവസരം നൽകി ചോദിക്കുകയും ചെയ്തത് നമുക്കറിയാം. മറ്റുള്ളവരെല്ലാം ആ സമയത്ത് ആ വിഷയത്തിൽ ക്ലാസ് നടത്തിയത് ആളടച്ചിട്ട ആളുകൾ വെച്ചായിരുന്നു. പക്ഷെ നമ്മുടെ ക്ലാസ് അത് പരസ്യമായ നിലയിൽ തന്നെ ആർക്കും ചോദിക്കാമെന്നും ചോദിക്കാൻ വരണമെന്ന് പറഞ്ഞ് പലരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എതിർവാദമുള്ളവരോട് നിങ്ങൾ വന്ന് ചോദിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടും നാം നടത്തിയ പരിപാടി അന്ന് വളരെ വിപുലമായ ഒരു പരിപാടിയായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ പലതും ഇനിയും നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വേണ്ട വിധത്തിൽ ഇൽമിയായ ചർച്ചകൾ വരുമ്പോൾ അതിലെല്ലാം ഇടപെടാനും അതിൽ വേണ്ട വിധത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഈ സംഘടന ഇപ്പോൾ സഅദ് ഫലാഹിക്ക് കിട്ടിയ ഈ ഒരു ആദരവ് അഥവാ മുസാവറയിലേക്ക് കേവലം 40 അംഗങ്ങൾ മാത്രമുള്ള ഉലമാക്കളുടെ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട 40 ആളുകൾക്ക് കേരളത്തിൽ മൊത്തം നോക്കി തെരഞ്ഞെടുത്ത 40 അംഗങ്ങൾ, ആ അംഗങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയായി ഞങ്ങൾക്കെല്ലാം അസൂയ ഉണ്ടാകുന്ന രൂപത്തിൽ, അസൂയ ജനിപ്പിക്കുന്ന രൂപത്തിൽ വളരെ കാലങ്ങൾ മുതലേ മുസ്ലിം ഒന്നും ചെയ്യല്ലോ 5-10 കൊല്ലം മുമ്പ് തന്നെ ഒന്നും തുടങ്ങിയത് ഞങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു സംഗതി സാധനം കിട്ടുമ്പോൾ അസൂയ ഉണ്ടാണ്ടിയതാണ്. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് പോട്ടെന്ന് കൂടിയും ഈ സംഗമം കൊണ്ട് സംഘടിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശമുണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറ്റെടുത്ത ഉത്തരവാദിത്വം, അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കാൻ വേണ്ട വിധത്തിൽ അത് നിർവഹിക്കുവാനും അതുപോലെ അതിൽ നിന്ന് ഇനിയും ഉത്തരോത്തരം വിജയത്തിലെത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നിനെ സദനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയം അതിന് അനുവദിക്കുന്നില്ല. നമുക്കറിയാം, വളരെ ചെറുപ്പത്തിലെ ഞങ്ങൾ ഇവിടുന്ന് കാണുന്നതാണ്. ഒന്നേ സമയത്ത് തന്നെ വളരെ സമർത്ഥമായി പഠനത്തിനും പ്രസംഗത്തിനും മറ്റെല്ലാം മറ്റുള്ള കുട്ടികളുടെ വ്യത്യസ്തമായൊരു ജീവിത ശൈലിയും അതുപോലെ അതിലുള്ള എല്ലാ വിഷയത്തിനുള്ള കുശാഗ്ര ബുദ്ധിയും സംഘടനാ പാഠവും എല്ലാം ഏത് നിലക്ക് നോക്കിയാലും പ്രഭുസാദന്മാരുടെ ശ്രദ്ധ തന്നെ ദർശനെല്ലാം മുമ്പിലേക്കായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. നമുക്കതെല്ലാം അനുഭവിച്ചതാണ്. അതുകൊണ്ട് എല്ലാ നിലക്കും കഴിവുള്ള കുടുംബപരമായും മറ്റ് ബുദ്ധിപരമായും എല്ലാ നിലക്കും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇസ്ഹാഖെന്നും തികച്ചും അർഹനായ വ്യക്തിയാണെന്ന് നമുക്ക് എവർക്കും അറിയാം. അറിയാത്തവർ അത് മനസ്സിലാക്കണം. സാധാരണക്കാർ പ്രത്യേകമായി മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ ഫലാഹിയയിലെ ഒരു പഠിച്ചു തന്നെ പൂർണ്ണമായി ഫലാഹിയയിൽ പഠിച്ച് എന്ന് പറയാം. ഇടക്കാലത്ത് അല്പം പുറത്തു പോയിട്ടുണ്ടെങ്കിലും ബാക്കി മുഴുവനും ഫലാഹിയയിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് ഇതിന്റെ യോഗ്യത നേടിയ ആളെന്ന നിലക്ക് ഇജാമിയ ഫലാഹിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഫലാഹിയക്കും ഒരു അഭിമാനകരമായ ഒരവസ്ഥയാണ്. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള സാധുമാർക്കും മറ്റുമല്ലോ. അതോടുകൂടി തന്നെ അദ്ദേഹം തൊഴുഫ ഓതി കഴിഞ്ഞതോടുകൂടി തന്നെ തൊഴുഫ ഓതി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കുകയായിരുന്നു. എന്ത് ചെയ്താലും അദ്ദേഹം ഇതിന് അർഹനാണെന്ന് ഇതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാവിധ അദ്ദേഹത്തിനെ ഇനിയും ഉന്നതങ്ങളിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ സംഗമത്തിൽ പ്രധാന ചടങ്ങായ ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സമർപ്പിക്കുന്നത് പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് സെക്രട്ടറിയും ബഹുമാനപ്പെട്ടവരുടെ പിതാവിൻ്റെ ഉറ്റ സുഹൃത്തുമായ കോറോത്ത് അഹമ്മദ് മുൻഷി അവറുകളെയും അത് സ്വീകരിക്കാൻ വേണ്ടി ബിവന്യരായ ഉസ്താദ് ഇസ്ഹാഖ് ഫലാഹി അവറുകളെയും ആദരവോടെ ക്ഷണിക്കും. അടുത്തത് ബഹുമാനപ്പെട്ട നാദാപുരം കാവി മേലക്കോത്ത് അഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് അവരുടെ ഷാൾ അണിയിക്കുന്നതാണ്.
ഫലാഹ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഉപഹാരം ഫലാഹിയ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കുഞ്ഞാലി മാസ്റ്റർ അവറുകൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് സമർപ്പിക്കും. നമ്മുടെ സംഗമത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ അധ്യക്ഷൻ അബ്ദുസ്സലാം തോഫി, വേദിയിലെ ബഹുമാന്യരായ ഉസ്താദുമാരെ, ഇന്ന് ആദരിച്ച ഇസ്ഹാഖ് കാസിമി, ആദരവ് നടത്തിയ അഹമ്മദ് മുൻഷി, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിശിഷ്യ മുതഅല്ലിമീങ്ങൾ, നമ്മുടെ നാടിൻ്റെ എല്ലാമായ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ കിണറുള്ളതിൽ ഇസ്ഹാഖ് മൗലവിക്ക് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആദരവ് നൽകുന്ന വേളയിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒന്നാമത്തെ സന്തോഷം എൻ്റെ കാഫാത്തി കുടുംബത്തിൽപ്പെട്ട അംഗം എന്ന നിലക്ക് തന്നെയാണ്. ഞാനും അതുപോലെ തന്നെ കുഞ്ഞാലി ഉസ്താദും ഇസ്ഹാഖും ഒക്കെ അടങ്ങുന്ന കാഫാത്തി കുടുംബം, കാഫാത്തി ഫാമില, ആ കബീല അൽഹംദുലില്ലാഹ് റബ്ബിന്റെ ഫദ്ല് കൊണ്ട് മുജീബ് ഉസ്താദിനെ ബന്ധപ്പെട്ടു. കാഫാത്തി ഞങ്ങളുടെ ഇസ്ഹാഖ് പറയല്ലേ, അത് അൽഹംദുലില്ലാഹ് കുഞ്ഞാലി ഉസ്താദ് ഒരുപാട് കുടുംബക്കാരായിട്ടുണ്ട്. ഇപ്പൊ കാഫാത്തി തന്നെയാ. അൽഹംദുലില്ലാഹ് ഒന്നാമത്തെ സന്തോഷം അത് തന്നെയാണ്. ഈ കാഫാത്തിയിൽ ഒരുപാട് ഉന്നതന്മാർ എല്ലാ രംഗത്തും, മുശാവറ അംഗമായി ഇസ്ഹാഖിനെ പോലെയുള്ളവർ മതരംഗത്ത് വേറെ പല രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, മഹല്ലിന്റെ രംഗത്തുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അറബി നാടുകളിലും ഈ കുടുംബത്തിന്റെ ദൗത്യം ഉണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ വൈസ് പ്രസിഡന്റാണ് ഇസ്ഹാഖ്. അതും ഈ സ്ഥാനാർത്ഥിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹ് ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഗുണത്തിന് വേണ്ടി, ഭാവനമായ ശോഭയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ്. ഞാൻ പറയുന്നത് ഇസ്ഹാഖിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അധ്യക്ഷനും സ്വാഗത ഭാഷണമൊക്കെ സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യമായി തലമുറ വളരെ അമ്പിയാക്കളിലും മൗലിയാക്കളിലും ഒക്കെ എത്തുന്ന രൂപത്തിലുള്ള പാരമ്പര്യത്തിന്റെ ആ കണ്ണിയിൽ ഒരു അംശമാണ് ഇസ്ഹാഖ്. അപ്പൊ അതിന്റെ വെളിച്ചം നമുക്ക് സംഘടനക്ക് മാത്രമല്ല നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാവണം. അത് ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മുശാവറ, സംസ്ഥാന ജമിയത്തുൽ ഉലമ മുശാവറയുടെ നിയമങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയില്ലെങ്കിലും ഒന്നെനിക്കറിയാം, നമ്മുടെ ഓരോടെ ആ സിൽസിലയിൽപ്പെട്ടതുകൊണ്ട് തന്നെ അന്ന് തുടങ്ങി വെച്ച ആ മുശാവറ എന്ന നിലക്ക് തന്നെ എല്ലാവരും കളങ്കരഹിതരായിരിക്കും. ദീനിന് വേണ്ടി മാത്രം ശബ്ദിക്കുന്ന, ദീനിനെ മാത്രം ലാക്കാക്കുന്ന, മറ്റൊരു താല്പര്യവും ഇല്ല എന്ന് നമ്മളെ കൊണ്ട് കാണിപ്പിച്ച ഉന്നതരായ ശീർഷകളുള്ള ഒരു ജമിയത്തുൽ ഉലമയിലേക്ക് ഒരു മുശാവറയിലാക്കാണ്ട് ബഹുമാനേന നമ്മുടെ സഹോദരൻ
തിരഞ്ഞെടുക്കപ്പെട്ടത്, അംഗമായിട്ടുള്ളത്. അത് തികച്ചും അതിൻ്റെ വെളിച്ചം നമ്മുടെ നാടിന് ലഭ്യമാകണം, നമ്മുടെ കുടുംബത്തിന് ലഭ്യമാകണം, നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ആ ലബ്ധി കൊണ്ട് നമുക്ക് നമ്മുടെ നാടിന്, നമ്മുടെ മഹലിന് എല്ലാം ഗുണപരമായി നിർത്തും, നല്ല രൂപത്തിലുള്ള നേർപ്പാതാവിലേക്ക് നയിക്കാൻ, അതുവഴി നാടിൻ്റെ ഐക്യമുണ്ടാക്കാൻ. നമുക്കറിയാം, ഓരോ പ്രദേശങ്ങളിലും ആ പ്രദേശങ്ങൾ റബ്ബിൻ്റെ ഔലിയാക്കൾ അല്ലെങ്കിൽ റബ്ബിനോട് അടുത്തവർ, റബ്ബിനെ സ്നേഹിക്കുന്നവർ, പരിപൂർണമായി റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഗുണം ആ നാടിന്, നാട്ടുകാർക്ക്, ജീവജാലങ്ങൾക്ക്, കൃഷികൾക്ക് എല്ലാം ലഭ്യമാകും എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ നാട് രക്ഷപ്പെടണം. നമ്മുടെ ഒരു നാട് എന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ ഇൽമുമായി ബന്ധമുള്ള, ഇൽമിനെ സ്നേഹിക്കുന്ന, തങ്ങന്മാരെയും ഉസ്താദുമാരെയും ഒക്കെ ബഹുമാനിക്കുന്ന, അവരെ ആദരിക്കുന്ന ഒരു നാടായിരുന്നു. ആ നാടിൻ്റെ താല്പര്യം, അതോടൊപ്പം തന്നെ നാടിൻ്റെ ഗുണവും അൽഹംദുലില്ലാ ഏറെ നാൾ നീളാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായി സംസാരിക്കുന്നില്ല. ഇത് ഈ ആദരം ഏറ്റുവാങ്ങിയത് അത് ഇതിനേക്കാൾ ഏറെ അഹമ്മദ് മുൻഷി എന്ന് പറയുന്നത് 10-35 വർഷമായി ഞാനുമായി ബന്ധമുണ്ട്. അപ്പം അതിനേക്കാൾ എത്രയോ മുമ്പേ ഇസ്ഹാഖിൻ്റെ ഉപ്പായുടെ ശരീക്കായി ഓരുടെ ദർസിൽ പഠിച്ചുകൊണ്ട് തന്നെ അധ്യാപക രംഗത്ത് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു ഉസ്താദാണ് അഹമ്മദ് മുൻഷി. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1956 എനിക്ക് തോന്നുന്നത് മദ്രസയുടെ സെക്രട്ടേറിയറ്റ്, ജനറൽ സെക്രട്ടേറിയറ്റ്. ഇന്ന് വലിയ ഒരുപാട് ഉസ്താദുമാരും മാഷന്മാരും വലിയ വലിയ എല്ലാ രംഗത്തും എന്ന് തന്നെ പറയാം. ആ സന്തതികൾ ഗൾഫിലും നാടിലും ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് നമ്മുടെ മുൻഷി. അതുകൊണ്ട് തന്നെ മുൻഷിയുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് ലഭ്യമാകുക എന്നുള്ള റബ്ബിൻ്റെ ഒരു കൽപ്പിതമായ നിയമങ്ങളാണ്. അള്ളാഹു നിശ്ചയിച്ചത് ആ നിലക്കായിരിക്കും, അങ്ങനെയാണ്. അല്ലാണ്ട് കെയ്യുവിൻ്റെ ഒരു ശരിക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ മാത്രമേ ബാക്കിയുള്ളൂ. കൊന്ന് തമദൻഷി അബ് യോഗം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്ന് രണ്ടാളുകൾ കൂടെ ഇല്ലല്ലോ. മുൻഷിയുടെ കൂടെയുള്ള അഹമ്മദ് മുൻഷിയുടെ കൂടെയുള്ള ആളാണ് കെയും മുൻഷിയൊക്കെ. അവരൊക്കെ നമ്മളുമായി വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബറും സന്തോഷമാക്കട്ടെ എന്ന് കൂടി ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് അൽഹംദുലില്ലാ ഏറെ ധന്യമാണ്. അള്ളാഹുവിൻ്റെ പക്കൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു വേദിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം നമ്മുടെ നാടിൻ്റെ ഇസ്സത്ത് സംരക്ഷിക്കാനുള്ള ഈ പ്രത്യേകമായ ഈ കാലാവസ്ഥ, ഈ പ്രത്യേകമായ ഈ അവസ്ഥയിൽ ഇവിടുത്തെ ധന്യമായ പ്രാർത്ഥന ഉണ്ടാവണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂടിച്ചേരുകളും നമ്മുടെ മുന്നോട്ടുള്ള ഗമനം സ്വീകരിക്കുമാറാകട്ടെ, സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കെയ്യൂർ ഇസ്ഹാഖിനെ ഇനിയും ഒരുപാട് ഉന്നതങ്ങളിൽ എത്തി ആ ഉന്നതങ്ങളൊക്കെ നമ്മുടെ നാടിനും ദീനിനും ഗുണത്തിനും മാവുന്ന രൂപത്തിൽ മാറ്റം തോപ്പിക്കുക ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹമ്മദ് മുൻഷിയെ നമ്മളെല്ലാം നന്നായി പരിചയപ്പെട്ട് കഴിഞ്ഞു. സർവ്വ ആദരവോടുകൂടിയും അദ്ദേഹത്തെ ആശംസ നേരാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയരായ ഉസ്താദന്മാരെ, രക്ഷിതാക്കന്മാരെ, നേതാക്കന്മാരെ, മഹത്തായ ഒരു സംരംഭത്തിലാണ് ഇന്ന് ഇവിടെ നാം ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിനും സമുദായത്തിനും ദീനിനും വേണ്ടി സേവനം ചെയ്ത പല മഹത്തുക്കളും ഇന്ന് നമ്മോടൊപ്പമില്ല. ഇന്ന് നാം ഇവിടുന്ന് ഉപഹാരം സമർപ്പിച്ച ഇസ്ഹാഖ് മൗലവി ഉണ്ടല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വന്യപിതാവ് എൻ്റെ ശരീക്ക് എന്ന് മാത്രമല്ല എൻ്റെ ഒരു ഉസ്താദും കൂടിയായിരുന്നു. അന്നത്തെ കാലം ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട കിഗനോർ ഉസ്താദ്
നാദാവരത്തെ ജുമാഅത്തെ പള്ളിയിൽ നിന്ന് ദർസ് നടത്തുന്ന കാലം, സുവർണ കാലഘട്ടം. അന്ന് നാദാവരത്ത് ജുമാഅത്ത് പള്ളിയിൽ എവിടെയും സ്ഥലം വിധിക്കാനില്ലാതെ പണ്ഡിതന്മാർ ഓറക്കൊണ്ടുപോകുക. എവിടെ നിന്നെല്ലാം വരുന്നത്? ഓറക്കൊണ്ട് ഒരു ഭാവി ഒതുക്കിട്ടണം എന്നുള്ള നിലക്ക്. ഞാനല്ലേ ഞാടെ ചെന്ന് ആടുന്ന് ഓതണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഓർക്ക് ദർസിന് സമയമില്ല. നിൽക്കാണ്ട് ദർസാണ്, അസർ വരെ ദർസാണ്. രാത്രി ഒരു നാട്ടിൽ പോക്കുമില്ല, ആഴ്ചക്ക് ഒരു ദിവസം പോവുക. ആ കാലഘട്ടത്തിലാണ്. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട കോങ്ങി തങ്ങളുടെ ജ്യേഷ്ഠല്ല മുത്തുത്തങ്ങൾ വന്ന് അവിടെ ദർസിന് ഓരോ ദർസിന് ഓതാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഞങ്ങൾക്ക് ദർസ് അവസരം കിട്ടിയത് സംഗതി ഞങ്ങളോട് പറഞ്ഞു. എനിക്ക് അവസരം കിട്ടിയത് ശരിക്കും ഓറെ കൊണ്ട് ഓതുവാനുള്ള അവസരം കിട്ടിയത്. മുത്തുത്തങ്ങൾ വന്നിട്ട് പറഞ്ഞ്, ഞാൻ വേറെ ദർസിൽ ഓതിക്ക് അൽഫിയ ഓതിയത് ഇസ്തിസ്നാന്റെ വാവ് വരെ ഞാൻ ഓതി. അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് ഓതണം, അത് ഓറെ കൊണ്ട് തന്നെ അവർക്ക് ഓതി കിട്ടണം എന്നാ പറഞ്ഞത്. അതിനാ ഞാൻ ഇവിടെ വന്നത്. ഓർക്കങ്ങ് സമയമുണ്ടോ? അന്തർവില്ലാറാ എന്നെ അൽഫിയ അജീക്കൽ അന്തർവില്ലാറ് അൽഫിയെല്ലാം ഓറെ ഏൽപ്പിച്ചോദിച്ച. ആ സന്ദർഭത്തിലാണ് തങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഉസ്താദിനോട്. ഓർക്കൊരു സ്വഭാവമുണ്ട്, എത്ര സമയമില്ലെങ്കിലും സെയ്തന്മാർ തങ്ങന്മാർ വന്ന് പറഞ്ഞാൽ മടക്കൂല. അത് വലിയൊരു സ്വഭാവം, ഞാനൊന്ന് മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു അവസരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ലോറ് നിസ്കരിച്ച ഉടനെ ഒരു ദർസ് വെച്ച് അൽഫിയ ഇസ്തിസ്ലാൻ്റെ അവാമെന്ന് അങ്ങോട്ട് ഞാൻ ഓതി. അതൊന്നും നോക്കിക്കില്ല. മസ്തയാസനത്തില്ല മഴുത്തമാമിൻ പറഞ്ഞിട്ട് എങ്ങനെ ഓതി. പക്ഷെ ഓരോ വലിയ വയസ്സൊന്നും ചെയ്യില്ല. അൽഫിയ ഓതിയല്ലോ വലുത്ത് ചോദിക്കുന്നതിന് സംശയത്തിൻ്റെ മറുപടി പറയും. അതിൻ്റെ മുമ്പ് ഞാൻ പടിഞ്ഞാറേനെ കൊണ്ട് ഓതിക്കിട്ട് പുത്തമ്പള്ളി, പഴയ പുത്തമ്പള്ളി ഉണ്ടായിരുന്നു. പുത്തമ്പള്ളിയിൽ പടിഞ്ഞാറേൽ അഹമ്മദ് മുസ്ലിയാർക്ക് ദർസുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പടിഞ്ഞാറേൽ അഹമ്മദ് മുസ്ലിയാർ അവിടെ ഇരുന്നിട്ടല്ല അൽഫിയത്തിൽ കൊടുക്കാം. ഹാഷിയ മനപ്പാട് ഹിഫുള്ള ഒന്നും നോക്കണ്ട, അത് നിന്നാൽ മതി. ഒരു ബൈത്ത് ഒരു ദിവസം ഓതി തീർക്കാൻ സാധിക്കില്ല അവർക്ക്, അതിൻ്റെ ബാസ് ചെയ്തിട്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടം. അതുപോലെ ഞാൻ അവിടെ നോക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ മുത്തു തങ്ങൾ പറയുന്ന ഉടനെ ഇസ്ലാൻ്റെ ആദ്യം വരാൻ ഏകദേശം ഞാൻ ഓതിയിട്ടുണ്ട് പടിഞ്ഞാറേൻ്റെ അതിർസിൽ കൂടിയിട്ട് അങ്ങനെ നിന്നിട്ട്. അപ്പം അങ്ങനെ അന്ന് മാത്രം നല്ല വെറും ചില ചോദ്യങ്ങളൊക്കെ അതും ചോദിക്കൊന്ന്. ഓരോട് ചോദിക്കുന്ന ഒരാള് അങ്ങനെ ഇല്ല പുറപ്പെടും കോളിന്ന് ഇല്ല. അങ്ങനെ ജീവുണ്ടോ? ഇല്ലാണ്ട് അങ്ങനെ പുറപ്പെടുന്നത് ഓരോന്നെങ്കിൽ ചിരിക്കാണ്. അപ്പോൾ അത്രത്തോളം ഇഷ്കാലം ചോദിച്ചിട്ട് പറയുന്നൊരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓതിപ്പോക്കാം. ആ സന്ദർഭത്തിൽ എനിക്ക് എല്ലാത്തിനും എൻ്റെ ഉപദേശകനും എൻ്റെ ഉസ്താദും ശരീക്കും എല്ലാമായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഗൈ അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ഒന്നും ശരിക്കും മനസ്സിലാക്കില്ല. അദ്ദേഹം ഒരു അഗാധ ഇൽമുള്ള പണ്ഡിതനായിരുന്നു. എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തൊയ്ഫ വായിച്ചോണ്ട് ഓർക്കൊണ്ട് അന്തില്ലാക്കൂടെ ഏടുന്ന് കോറോത്തുനിന്ന് പേരോട്ടുനിന്ന് ആ ബൈലൂട്ട് തന്നെ നടന്നിട്ട് കിണറുള്ളിൽ പോയിട്ട് ആ കുണ്ടാഞ്ചേരി അസറാമിയിലൂടെ ഒരു കാര്യത്തിൽ അങ്ങനെ കുറേ ആളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അഗാധ പാണ്ഡിത്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് കിട്ടൂലെല്ലാവരും. കുറേ കാലം കഴിയുമ്പോൾ അങ്ങ് പോവല്ലോ. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ഓരോരുത്തർക്കും ആയുസ് ഇത്ര വരെ ജീവിക്കുന്നു, അതുപോലെ ഉണ്ടാവുമോ? അങ്ങനെ അവരെല്ലാം പോയി. ഇപ്പം ഞാൻ അന്നത്തെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ മാത്രം ഇതിൻ്റെ കുറച്ച് മുമ്പ് അന്തരില്ലാർ കൂട്ടുണ്ടായിരുന്നു ഇടച്ചേരിക്കാരൻ ഓർമ്മ ഇപ്പം അടുത്ത് മരണപ്പെട്ട്. ഇനിയിപ്പോൾ ഒരാളും കൂടി ബാക്കിയുണ്ട്. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളത് കുഞ്ഞേലി കണ്ടു മോഹിച്ച്